നമ്മൾ രണ്ടാമത് സംസാരിക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. A+ മണ്ഡലങ്ങളിൽ BJP സാധാരണയിൽ കൂടുതൽ വിജയമുണ്ടാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇത്തവണ അവർക്ക് കാട്ടാക്കടയിൽ വിജയിക്കാം, നേമത്ത് വിജയിക്കാം, കഴക്കൂട്ടത്ത് വിജയിക്കാം, മഞ്ചേശ്വരത്ത് വിജയിക്കാം, പാലക്കാട് വിജയിക്കാം എന്നെല്ലാം അവർ ശരിയാവണ്ണം തന്നെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം പല മണ്ഡലങ്ങളിലും ഇല്ല എന്നാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം കണക്ക് കൂട്ടുന്നത്. കഴക്കൂട്ടത്തോ അല്ലെങ്കിൽ നേമത്തോ ജയിക്കാം, മഞ്ചേശ്വരത്ത് ജയിക്കാം, അതിനപ്പുറം പാലക്കാട് സാധ്യതയില്ല, അല്ലെങ്കിൽ കാട്ടാക്കടയിൽ സാധ്യതയില്ല. മറ്റേ ചാത്തന്നൂർ പോലുള്ള മണ്ഡലങ്ങളുടെയൊക്കെ പേര് നാം കേട്ടിരുന്നു. അവിടെയൊന്നും സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ പാർട്ടി കണക്ക് കൂട്ടുന്നത്. അപ്പോൾ സത്യത്തിൽ BJP വളരെ റിയലിസ്റ്റിക്കായി വിചാരിച്ചിരുന്ന മണ്ഡലങ്ങളിൽ പറ്റിയ പാളിച്ചയ്ക്കുള്ള കാരണം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മളിനി അടുത്തത്. അജിംസ്, എന്താ തോന്നുന്നത്? BJPക്ക് ഈ പറയുന്ന കാട്ടാക്കടയിലും കഴക്കൂട്ടത്തും നേമത്തും പാലക്കാടുമെല്ലാം പ്രതീക്ഷയുള്ള ഇതിൽ നിന്ന് ഈ കിട്ടുന്ന 6 മണ്ഡലങ്ങളിൽ നിന്ന് 4 എന്നൊക്കെയായിരുന്നു ഏറ്റവും അവസാനം അവർ പറഞ്ഞത്. അതിപ്പോൾ കുറേയാണ്. ഈ പ്രതീക്ഷ ആരെവിടെ പങ്കുവച്ചതാണ്? അത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞാണ് ഞങ്ങൾ ഇത്ര സ്ഥലത്ത് ജയിക്കുമെന്നുള്ളത്. അല്ലാതെ അവിടെയൊക്കെ ജയിക്കുമെന്ന് ആരെങ്കിലും വിലയിരുത്തിയിട്ടുണ്ടോ? ഇതിന് മുമ്പ് അങ്ങനെ 2021 വിലയിരുത്തലുണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ആകെ BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളൊന്നും മഞ്ചേശ്വരവും പാലക്കാടും നേമവുമാണ്. 3 മണ്ഡലങ്ങളിലാണ് അവർക്ക് ഫൈറ്റ് കൊടുക്കാൻ കഴിയുന്നത്. ഈ 2ാം സ്ഥാനത്ത് വരുന്ന മണ്ഡലങ്ങളൊക്കെ ഉണ്ടാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് നേടുന്ന മണ്ഡലങ്ങളുണ്ടാവും. പക്ഷേ അതല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിലെ സ്ഥിതി. അതിന് കാരണം നമ്മൾ പലവട്ടോട് വിശകലനം ചെയ്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടുന്ന വോട്ട് മോദിക്ക് കിട്ടുന്ന വോട്ടാണ്. രാജീവ് ചന്ദ്രശേഖരനോ കെ സുരേന്ദ്രനോ വി മുരളീധരനോ കിട്ടുന്ന വോട്ട് ആ സമയത്ത് കിട്ടില്ല. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആ വോട്ട് കിട്ടില്ല. അത് 2021 തെളിഞ്ഞതാണ്. 2016 ഏറ്റവും കൂടുതൽ പോൾ പെർസെൻറ്റേജ് ഉണ്ടായത്. അത് നേരെ കുത്തനിടിയാണ് 2021 ചെയ്തത്. ഇപ്പോൾ മറ്റൊരു തിരിച്ചടി കൂടി BJPക്ക് ലഭിച്ചത് SIR ആണ്. SIRൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട മണ്ഡലങ്ങൾ തിരുവനന്തപുരം ജില്ലയിലേതാണ്. അതിൽ പറയുന്ന നേമം മുതൽ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട തുടങ്ങിയ എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് ഗണ്യമായ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ വോട്ട് ചേർത്തത് അതിനുശേഷം ഇപ്പോൾ SIR പ്രോസസ്സ് കഴിഞ്ഞ് മാർച്ച് 24 വരെയുള്ള സമയത്ത് പുതിയ വോട്ടുകൾ ചേർക്കാനും സമയമുണ്ടായിരുന്നു. അതിൽ BJP എത്ര വോട്ട് ചേർത്തു? BJP ആണോ വോട്ട് ചേർത്തത്? UDF ആണോ LDF ആണോ എന്നുള്ളത് ഇതിൽ വളരെ നിർണായകമാണ്. നിയമത്തല്ലേ തിരിച്ച് വോട്ടുകൾ വന്നതിൽ ഏറ്റവും കൂടുതലായി കാണും. അങ്ങനെയും പറയപ്പെടുന്നു. പക്ഷേ അത് ഇനിയും വെരിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല. ഫെബ്രുവരി മുതൽ മാർച്ച് 24 വരെ വോട്ട് ചേർത്തതിൽ തിരുവനന്തപുരം ജില്ലയിൽ ഗണ്യമായ വർധനമുണ്ടെന്ന് പറയുന്നു. അതാരാണ് ചേർത്തത്? UDF ആണോ ചേർത്തത്? അതല്ല BJP ആണോ ചേർത്തത് എന്നുള്ളത് ഈ ഇലക്ഷനിൽ വളരെ നിർണായകമാണ്. ഇപ്പോൾ ചില വിശകലനങ്ങളിൽ പറയുന്നത് നേമത്ത് ഒരു പക്ഷേ UDF 1 or 2 സ്ഥാനത്ത് വന്നേക്കാം. UDFനെ പറ്റി അതും കെ ശബരിനാഥൻ മത്സരിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു വൈൽഡ് ഇമാജിനേഷൻ പോലും ആർക്കുമില്ല. കെ മുരളീധരൻ അവിടെ നിന്നപ്പോഴാണ് കൂടുതൽ വോട്ട് നേടിയത്. പക്ഷേ അവർ പറയുന്നൊരു കാരണം ഇതാണ്. SIR പ്രോസസ്സിൽ ധാരാളം വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട്. അത് BJP അനുകൂല വോട്ടുകളോ അല്ലെങ്കിൽ വ്യാജ വോട്ടുകളോ ഒക്കെ ആയിരിക്കാം. അതേസമയം SIR പ്രോസസ്സിൽ വോട്ട് ചേർക്കപ്പെട്ടിട്ടുള്ളത് UDFനാലാണ്. UDF കൂടുതൽ വോട്ട് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ 2021 മുന്നേറ്റം ഒരുപക്ഷേ ശബരിനാഥൻ ഉണ്ടാക്കിയാൽ അത്ഭുതപ്പെടാനില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഈ SIR പ്രോസസ്സ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നിർണായകമാണ്. 1. 2, BJP വ്യാജമായ പെരുപ്പിച്ച് കാട്ടിയ വിജയപ്രതീക്ഷ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടി രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാവും. കാരണം രാജീവ് ചന്ദ്രശേഖർ കുറേ കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റായിട്ടാണ് ഇതുവരെ നമ്മുടെ അനുഭവം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തണമോ വേണ്ടയോ എന്നായിരുന്നു ചർച്ച. അതെന്തിനാണ് ഞങ്ങളതിൽ പോകുന്നത്? ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫോക്കസ് ചെയ്യുകയാണ്. അത് കുറേ കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള നിലപാടാണ്. പക്ഷേ ഇവിടെ അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ഞങ്ങൾ 10 സീറ്റിൽ ജയിക്കും എന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ പറഞ്ഞു കേൾക്കുന്നതാണ്. രാജീവ് ചന്ദ്രശേഖരൻ ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായതുപോലെ ഇതുവരെ കുറേ കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള സമീപനമാണ് എടുത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, ജയിക്കാൻ സാധ്യതയുള്ള 2ാം സ്ഥാനത്തെത്താൻ സാധ്യതയുള്ള സീറ്റുകൾ ഘടകകക്ഷിയിൽ കൈമാറി താമരയ്ക്ക് പകരം ചക്ക ചിഹ്നത്തിൽ മത്സരിച്ചതൊക്കെ എന്ത് സ്ട്രാറ്റജിയാണ്? അത് കേന്ദ്ര നേതൃത്വത്തിന് അനുമതിയോടെയാണോ എന്നുള്ളതൊക്കെ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും.